പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോക്കൽ പ്രൊഹിബിഷൻസ് ആണ്. ലോക്കൽ പ്രൊഹിബിഷൻസ്, അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലോക്കലി ഉള്ള പ്രൊഹിബിഷൻസ്, ചില പ്രദേശങ്ങൾ തമ്മിലുള്ള ഇപ്പോൾ പഞ്ചാബ്, ഡൽഹി, അവിടെ നിലനിൽക്കുന്ന പ്രൊഹിബിഷൻസ്. ആദ്യമായിട്ട് പറയുന്നത് ബിറ്റ്വീൻ ടു പ്ലേസസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ഉള്ളൊരു പ്രൊഹിബിഷൻ. ഒപ്പിയം, മോർഫിയ, കൊക്ക ലീവ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു നാർക്കോട്ടിക് സ്വഭാവം ഉള്ളത്. കോക്ക ലീവ്സ്, പിന്നെ ഇന്ത്യൻ ഹെമ്പ് എന്ന് പറയുന്നതിനകത്ത് ഉൾക്കൊള്ളുന്നത് ചരസ്, ഭാങ്, ഗഞ്ച, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയിലെ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ പ്രൊഹിബിഷൻസ് ഉണ്ട്. അപ്പോൾ ഒപ്പിയം, മോർഫിയ ആൻഡ് ദെയർ പ്രിപ്പറേഷൻസ്, അത് വെച്ചുണ്ടാക്കിയിട്ടുള്ള സമാന സ്വഭാവമുള്ള ഐറ്റംസ്, കൊക്ക ലീവ്സ്, ഇന്ത്യൻ ഹെമ്പ്, അതായത് ചരസ്, ഭാങ്, ഗഞ്ച അതുപോലത്തുള്ള ഇതെല്ലാം പ്രൊഹിബിറ്റഡ് ആണ്. സബ്ജക്റ്റ് ടു ദ എക്സംഷൻ ഓഫ്, അതായത് എക്സെപ്ഷൻ ഉണ്ട്, എക്സെപ്ഷണൽ കേസാണ് ഇനി പറയാനുള്ളത്. ഒന്നാമത് പറയുന്ന ട്രാൻസാക്ഷൻസ് ഓഫ് അക്കൗണ്ട് ഓഫ് ദ ഗവൺമെൻറ് എന്നാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അത് അലൗഡാണ്. രണ്ടാമത്തെ ഡെസ്പാച്ച് ഓഫ് റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ പ്രിപ്പറേഷൻസ്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങനെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് അയക്കുന്നതെങ്കിൽ അത് അലൗഡാണ്. പിന്നെ ഒരു ഡേഞ്ചറസ് ഡ്രഗ്സ് ആക്ട് 1930 കാര്യം പറയുന്നത്, ആ ഒരു ആക്ടിൻ്റെ അധീനതയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ് കൺസൈൻമെൻറ്റ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ദ പോസ്റ്റ് ഓൺ ദ ഫോളോയിങ് കണ്ടീഷൻസ്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അലൗഡാണ്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ പോകുമ്പോൾ ഉള്ള കുറച്ച് കണ്ടീഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. ആ കണ്ടീഷൻസ് പാലിച്ചിട്ട് വേണം പോകാനായിട്ട്. എയിൽ പറയുന്ന ഉള്ളി ദ പാഴ്സൽ പോസ്റ്റ് മേ ബി യൂസ്ഡ്, പാഴ്സൽ പോസ്റ്റ് ആയിട്ട് വേണം പോകാൻ അങ്ങനെ അയക്കുമ്പോഴത്തേക്കും. ബി എന്ന് പറയുന്നത് പാഴ്സൽ ഷാൽ ബി അക്കമ്പനിഡ് ബൈ എ ഡിക്ലറേഷൻ, ആ പാഴ്സലിൻ്റെ കൂടെ ഒരു ഡിക്ലറേഷൻ അക്കമ്പനി ചെയ്യണം. പിന്നെ പറയുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് ആ ഡിക്ലറേഷനകത്ത് എന്തൊക്കെ വേണം. ഒന്ന് പറയുന്നത് നെയിം ഓർ ഡെസിഗ്നേഷൻസ് ഓഫ് ദ കൺസൈനി ആൻഡ് കൺസൈനർ, അയക്കുന്ന ആളുടെ, അത് ഇങ്ങോട്ട് മേടിക്കുന്ന ആളുടെ പേര് അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ. രണ്ടാമത് കണ്ടൻസ് ഓഫ് ദ പാഴ്സൽസ് ഇൻ ഡീറ്റെയിൽ, ആ പാഴ്സലിനകത്തുള്ള കണ്ടൻറ്റുകളുടെ ഡീറ്റെയിൽ. ആൻഡ് ഇൻറ്റൻറ്റ് നമ്പർ ആൻഡ് ദ ഡേറ്റ് കവറിങ് ദ ട്രാൻസാക്ഷൻ, ഇൻറ്റൻറ്റ് നമ്പർ വേണം, പിന്നെ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന ഡേറ്റ് വേണം. ഇൻറ്റൻറ്റ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒരു ഓർഗനൈസേഷൻ നടക്കുന്ന ഈ പർച്ചേസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം പാഴ്സലായിട്ട് അയക്കുമ്പോഴത്തേക്കും ഡിക്ലറേഷൻ അക്കമ്പനി ചെയ്യണം. ആ ഡിക്ലറേഷനകത്തുള്ള ഡീറ്റെയിൽസ് ആണ് പേര് അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ ഓഫ് ദ കൺസൈനി ആൻഡ് ദ കൺസൈനർ, പിന്നെ ആ പാഴ്സലിലുള്ള കണ്ടൻസിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഇൻറ്റൻറ്റ് നമ്പർ, പിന്നെ ആ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് കവറിങ് ദ ട്രാൻസാക്ഷൻ. അടുത്ത എക്സെപ്ഷൻ നോക്കുക. ഒപ്പിയം ആൻഡ് മോർഫിയ ആൻഡ് ദെയർ പ്രിപ്പറേഷൻസ്, ഒപ്പിയം, മോർഫിയ, അത് വെച്ചുണ്ടാക്കിയിട്ടുള്ള മറ്റുള്ള പ്രിപ്പറേഷനുകൾ. കൊക്ക ലീവ്സ് ആൻഡ് ഹെമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ഈ ഗഞ്ച, ചരസ് അതുപോലത്തുള്ള. ആൻഡ് പ്രിപ്പറേഷൻസ് ദെയർ ഓഫ്, അത് വെച്ചുണ്ടാക്കുന്ന മറ്റ് സജാതീയ സ്വഭാവമുള്ള പ്രിപ്പറേഷനുകൾ. കൊക്കൈൻ ആൻഡ് ഇറ്റ്സ് അലീഡ് ഡ്രഗ്സ്, കൊക്കൈൻ അതുപോലത്തുള്ള ഡ്രഗുകൾ. ആൻഡ് പ്രിപ്പറേഷൻ ദെയർ ഓഫ് ക്യാൻ ബി സെൻഡ് ബൈ പോസ്റ്റ് അണ്ടർ ദ ഫോളോയിങ് കണ്ടീഷൻസ് ബൈ എനി കെമിസ്റ്റ് ലൈസൻസ് ടു പോസസ് ആൻഡ് സെൽ ദം. ഇവ പോസ്റ്റ് വഴി അയക്കാം. ആർക്ക്? എനി കെമിസ്റ്റുകൾക്ക് ലൈസൻസ് ടു പോസസ് ആൻഡ് സെൽ ദം, ഈ പറഞ്ഞ ഐറ്റംസ് കയ്യിൽ വയ്ക്കുന്നതിനും വിൽക്കുന്നതിനും ലൈസൻസ് ഉള്ള കെമിസ്റ്റുകൾക്ക് ഇത് അയക്കാൻ ഉള്ള ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കേ. ഒന്ന്, ദാറ്റ് ദേ ആർ സെൻഡ് ബൈ ദ പാഴ്സൽ പോസ്റ്റ് ആൻഡ് ദാറ്റ് ദ പാഴ്സൽസ് ആർ ഇനിഷ്യൂഡ്, അതായത് പാഴ്സൽ പോസ്റ്റ് ആയിട്ട് അയക്കണം. മാത്രമല്ല ആ പാഴ്സൽസ് ഇനിഷ്യൂഡും ആയിരിക്കണം. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ പോകുന്ന ഐറ്റംസ് അലൗ ചെയ്യുന്ന കേസിൽ പറഞ്ഞായിരുന്നു പാഴ്സൽ പോസ്റ്റായിട്ട് പോകണമെന്ന്. ഇവിടെ അത് തന്നെയാണ്, പാഴ്സൽ പോസ്റ്റായിട്ട് പോകണം, പക്ഷേ അഡീഷണലി ഇൻഷ്യൂർഡും കൂടെ ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ദാറ്റ് ദ ട്രാൻസ്മിഷൻ ബൈ പോസ്റ്റ് ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഡെസ്പാച്ചിങ് പോസ്റ്റ് ഓഫീസ് ഈസ് സിറ്റുവേറ്റഡ് and that in every case transmission is covered by a permit issued by the proper authorities in the state in which the place of destination of the parcel is situated. അപ്പോൾ ഈ ഒരു പോയിൻ്റ് അർത്ഥം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അങ്ങനെയുള്ളൊരു പാഴ്സൽ അയക്കുകയാണ്. അപ്പോൾ അത് അയക്കപ്പെടുന്നൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, കൊണ്ടുചെന്ന് അയക്കുന്നൊരു പോസ്റ്റ് ഓഫീസ്. ആ പോസ്റ്റ് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്ത് ഗവൺമെൻറ് ആ ഒരു ഐറ്റത്തെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കരുത്. പിന്നെ ഈ ഒരു പാഴ്സൽ അങ്ങ് ചെന്നെത്തുന്നൊരു സ്ഥലമുണ്ടല്ലോ, ഡെസ്റ്റിനേഷൻ പോസ്റ്റ് ഓഫീസ്, ആ ഒരു പോസ്റ്റ് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തെ പ്രോപ്പർ അതോറിറ്റീസ്, ഗവൺമെൻറ് പ്രോപ്പർ അതോറിറ്റീസിൻ്റെ ഒരു പെർമിറ്റ് ഈ ഒരു ട്രാൻസ്മിഷനെ കവർ ചെയ്തിരിക്കണം.
അപ്പോൾ അതാണ് പറയുന്നത് ദാറ്റ് ദ ട്രാൻസ്മിഷൻ, ആ ഒരു ട്രാൻസ്മിഷൻ പോസ്റ്റ് വഴിയുള്ള ട്രാൻസ്മിഷൻ ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഡെസ്പാച്ചിങ് പോസ്റ്റ് ഓഫീസ് ഈസ് സിറ്റുവേറ്റഡ്. ഡെസ്പാച്ചിങ് പോസ്റ്റ് ഓഫീസ് നിലനിൽക്കുന്ന അവിടുത്തെ ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് ആ ഒരു ട്രാൻസ്മിഷനെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കരുത്, ഒന്നാമത്തെ കണ്ടീഷൻ. ആൻഡ് അടുത്തത് ദാറ്റ് ഇൻ എവരി കേസ്, എല്ലാ കേസിലും ട്രാൻസ്മിഷൻ ഈസ് കവേർഡ് ബൈ എ പെർമിറ്റ് ഇഷ്യൂഡ് ബൈ ദ പ്രോപ്പർ അതോറിറ്റീസ് ഇൻ ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഓഫ് ദ പാഴ്സൽ ഈസ് സിറ്റുവേറ്റഡ്. ആ പാഴ്സലിൻ്റെ ഡെസ്റ്റിനേഷൻ പ്ലേസിലെ പ്രോപ്പർ അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന പെർമിറ്റ് ഈ ഒരു ട്രാൻസ്മിഷൻ്റെ കൂടെ കവർ ചെയ്തിരിക്കണം, അറ്റാച്ച് ആയിരിക്കണം. ഒന്നുമില്ല, ഈ പാഴ്സൽ അയക്കുന്നിടത്തും അത് ചെന്ന് എത്തുന്നിടത്തും ഇത് ഗവൺമെൻറ് അലോ ചെയ്തിരിക്കണം എന്നുള്ളൊരു സിമ്പിൾ കാര്യമേ ഉള്ളൂ. അടുത്ത പോയിൻ്റായിട്ട് പറഞ്ഞ ഈച്ച് പാഴ്സൽ കണ്ടെയ്നിങ് എനി ഓഫ് ദ ഡ്രഗ്സ് മെൻഷൻഡ്, മുകളിൽ പറഞ്ഞ ഡ്രഗുകൾ ഉൾക്കൊള്ളുന്ന ഓരോ പാഴ്സലുകളും ഈസ് അക്കമ്പനിഡ് ബൈ എ ഡിക്ലറേഷൻ, ഒരു ഡിക്ലറേഷൻ അക്കമ്പനി ചെയ്യണം. ആ ഡിക്ലറേഷനകത്ത് എന്തൊക്കെ വേണം? നെയിംസ് ഓഫ് ദ കൺസൈനി ആൻഡ് ദ കൺസൈനർ, അയക്കുന്ന ആളുടെ പേര്, ചെന്ന് അത് കൈപ്പറ്റുന്ന ആളുടെ പേര്, ദ കണ്ടൻസ് ഓഫ് ദ പാഴ്സൽ ഇൻ ഡീറ്റെയിൽ, പാഴ്സലുള്ള കണ്ടൻസിൻ്റെ ഡീറ്റെയിൽ, പെർമിറ്റ് നമ്പർ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ആ ഒരു പെർമിറ്റ് നമ്പർ വേണം, ഡേറ്റ് കവറിങ് ദ ട്രാൻസ്മിഷൻ്റെ ഡേറ്റ്, ദ നമ്പർ ഓഫ് ദ ലൈസൻസ് ഹെൽഡ് ബൈ ദ കൺസൈനിയോ, കൺസൈനി ഹെൽഡ് ചെയ്തിരിക്കുന്ന ലൈസൻസിൻ്റെ നമ്പർ. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, അതായത് ബിറ്റ്വീൻ ടു പ്ലേസസ് ഇൻ ഇന്ത്യ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെയുള്ള പ്രൊഹിബിഷൻസ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഈ ഒപ്പിയം, മോർഫിയ, കൊക്ക ലീവ്സ്, ഇന്ത്യൻ ഹെമ്പ്, അതായത് ഈ ചരസ്, ഭാങ്ക്, ഗഞ്ച, അതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. എക്സെപ്ഷണൽ കേസ് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ അയക്കുമ്പോഴത്തേക്കും എക്സെപ്ഷൻ ഉണ്ട്. പിന്നെ റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് അയക്കുമ്പോഴത്തേക്കും എക്സെപ്ഷൻ ഉണ്ട്. പിന്നെ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ പോകുമ്പോഴത്തേക്കും സ്വീകരിക്കേണ്ട കുറച്ച് കണ്ടീഷൻസ്, പാഴ്സൽ പോസ്റ്റായിട്ട് മാത്രമേ അയക്കാൻ പാടുള്ളൂ, അതിനകത്തൊരു ഡിക്ലറേഷൻ ആ പാഴ്സലിലൂടെ അക്കമ്പനി ചെയ്തിരിക്കണം, അതിനകത്ത് ആ ഡീറ്റെയിൽസ്, ആ ഡിക്ലറേഷൻ ഉൾക്കൊള്ളേണ്ടത് പേര് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഓഫ് ദ കൺസൈനി ആൻഡ് ദ കൺസൈനർ, പിന്നെ പാഴ്സലിൻ്റെ കണ്ടൻസിൻ്റെ ഡീറ്റെയിൽസ്, ഇൻഡൻ നമ്പർ, പിന്നെ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ്. പിന്നെ നമ്മളൊരു എക്സംഷൻ പറഞ്ഞു, അത് ഈ കെമിസ്റ്റിൻ്റെ, ഈ ഒപ്പിയം, മോർഫിയ, അതുപോലത്തുള്ള കൊക്ക ലീവ്സ്, ഇതൊക്കെ കയ്യിൽ വയ്ക്കുന്നതിനും വിൽക്കുന്നതിനുള്ള ലൈസൻസ് ഉള്ള കെമിസ്റ്റുകളുടെ കാര്യം. അതിനകത്ത് പറഞ്ഞത് പാഴ്സൽ പോസ്റ്റായിട്ട് അയക്കണം, പാഴ്സൽ ഇൻഷുർഡും ആയിരിക്കണം, പിന്നെ ഡെസ്പാച്ചിങ് പോസ്റ്റ് ഓഫീസിലെ ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ് അത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കരുത്, പിന്നെ ഡെസ്റ്റിനേഷൻ പ്ലേസിലെ ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർ അതോറിറ്റീസ് ഒരു പെർമിറ്റ് അതിന് കൊടുത്തിരിക്കണം, അത് ഈ ട്രാൻസ്മിഷനെ കവർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഈ ഡിക്ലറേഷൻ, ആ പാഴ്സലിൻ്റെ കൂടെ ഒരു ഡിക്ലറേഷൻ വേണം. ആ ഡിക്ലറേഷനകത്ത് വേണ്ട കാര്യങ്ങളാണ് ഈ നെയിം ഓഫ് ദ കൺസൈനി ആൻഡ് ദ കൺസൈനർ, പിന്നെ പാഴ്സലിൻ്റെ കണ്ടൻസിൻ്റെ ഡീറ്റെയിൽസ്, പെർമിറ്റ് നമ്പർ, ട്രാൻസ്മിഷൻ്റെ ഡേറ്റ്, പിന്നെ ലൈസൻസ് നമ്പർ. അപ്പോൾ അടുത്ത പോർട്ട് ബ്ലെയർ ആൻഡ് നൻക്രൗറി, ഇത് ആൻഡമാൻ ആൻഡ് നിക്കോബാറായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ വരുന്ന ലോക്കൽ പ്രൊഹിബിഷൻസ്, ഒന്നാമത്തെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ സ്കിൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ആൾ ബേർഡ്സ് അതർ ദാൻ ഡൊമസ്റ്റിക് ബേർഡ്സ്. അവിടെയുള്ള ഡൊമസ്റ്റിക് ബേർഡ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ബേർഡുകളുടെയും ഈ പക്ഷികളുടെ ഈ തൊലി, അതുപോലത്തുള്ള തൂവൽ, അതുപോലത്തെ സാധനങ്ങളൊക്കെ പ്രൊഹിബിറ്റഡ് ആണ് അയക്കുന്നതിൽ നിന്നും. എക്സെപ്ഷണൽ കേസ് പറഞ്ഞിരിക്കുന്നത് ഫെതേഴ്സ് ഓഫ് ഓസ്ട്രിച്ചസ്, ഒട്ട പക്ഷിയുടെ ഫെതേഴ്സ് അയക്കാം. ബിയിൽ പറഞ്ഞിരിക്കുന്ന സ്കിൻസ്, ഫെദർ എക്സ്പോർട്ടഡ് ബോണഫൈഡ് ആസ് സ്പെസിമെൻസ് ഇല്ലുസ്ട്രേറ്റീവ് ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി ടു ഓർ ഫ്രം പോർട്ട് ബ്ലെയർ ഓർ നൻക്രൗറി. അതായത് ഈ തൊലി, തൂവൽ, ഇതൊക്കെ ഒരു സ്പെസിമെനുകളായിട്ട്, അതായത് ഈ പഠന ആവശ്യങ്ങൾക്ക്, റിസർച്ചിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എക്സ്പോർട്ട് ചെയ്യാം. അത് ടു ഓർ ഫ്രം പോർട്ട് ബ്ലെയർ ഓർ നൻക്രൗറി, പോർട്ട് ബ്ലെയറിൽ നിന്ന് നൻക്രൗറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എക്സ്പോർട്ട് ചെയ്യാം, ഒരു ഇല്ലുസ്ട്രേറ്റീവ് പർപ്പസിന്, പഠന ആവശ്യങ്ങൾക്ക് സ്പെസിമെനുകളായിട്ട്. നോട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കാം, മാനുഫാക്ചർഡ് ആർട്ടിക്കിൾസ് കണ്ടെയ്നിങ് ദ സ്കിൻസ് ഓർ ഫെതേഴ്സ് ഓഫ് ബേർഡ് സച്ച് എസ് ഫാൻസ് ആൻഡ് ബോസ് ആൾസോ കം വിത്തിൻ ദ എബോവ് പ്രൊഹിബിഷൻ. അതായത് ഈ പക്ഷികളുടെ തൊലി, തൂവല്, ഇത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള മറ്റുള്ള ആർട്ടിക്കിളുകളും ആക്ച്വലി പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഫാനുകളൊക്കെ ഉണ്ടാക്കും തൂവലുകൾ വെച്ചിട്ട്. പിന്നെ ബോസ്, അതാണ് ഈ സ്കാർഫ്, ഈ തൂവലുകളൊക്കെ വെച്ച് സ്കാർഫുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആൾസോ ഈ പക്ഷികളുടെ സ്കിന്ന്, പിന്നെ ഫെതേഴ്സ്, ഇത് വെച്ചൊക്കെ ഉണ്ടാക്കുന്ന ആർട്ടിക്കിളുകളും പ്രൊഹിബിറ്റഡ് ഐറ്റംസിലുള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്നു ആ നോട്ടിൽ. രണ്ടാമത്തെ പോയിന്റ്, പോർട്ട് ബ്ലെയർ ആൻഡ് നൻക്രൗറിൽ നിൽക്കുന്ന
പ്രൊഹിബിഷൻസിൻ്റെ രണ്ടാമത്തെ പോയിന്റ്, ആൾ ഡേഞ്ചറസ് ഡ്രഗ്സ് ആൻഡ് നർക്കോട്ടിക്സ് ആസ് ഡിഫൈൻഡ് ഇൻ ദ ഡേഞ്ചറസ് ഡ്രഗ്സ് ആക്ട് 1930. അതായത് ഈ ഡേഞ്ചറസ് ഡ്രഗ്സ് ആക്ട് 1930 ഉൾപ്പെടുന്ന അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സുകളും നാർക്കോട്ടിക്സുകളും പ്രൊഹിബിറ്റഡ് ആണ്. പഞ്ചാബ് ആൻഡ് ഡൽഹി, പോർട്ട് ബ്ലെയർ ആൻഡ് അൻകോർ കഴിഞ്ഞ് പഞ്ചാബും ഡൽഹിയും തമ്മിലുള്ള ലോക്കൽ പ്രൊഹിബിഷൻസ്, കൊക്ക ലീവ്സ്, ഹെമ്പ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് പ്രിപ്പറേഷൻസ് ദെയർ ഓഫ്, ഇത് വെച്ചുണ്ടാക്കുന്ന സജാതീയ സ്വഭാവമുള്ള ഐറ്റംസ് ടു ഓർ ഫ്രം ദ പഞ്ചാബ് ആൻഡ് ഡൽഹി സ്റ്റേറ്റ്, ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഹിബിറ്റഡ് ആണ്. ആസ് വെൽ ആസ് വിത്തിൻ ദ പഞ്ചാബ് ആൻഡ് ഡൽഹി സ്റ്റേറ്റ്, പഞ്ചാബിനകത്തും ഡൽഹിക്കകത്തും വിത്തിൻ ദ സ്റ്റേറ്റും പ്രൊഹിബിഷനുണ്ട്. അടുത്ത പഞ്ചാബിലെ കച്ച് എന്ന് പറയുന്നത് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു ടേമാണ്. കച്ച് ആക്റ്റൊക്കെ ഉണ്ട്. അതിനകത്ത് അതിൻ്റെ പരിധിക്കകത്ത് വരുന്ന കുറേ ഡ്രഗ്സുകളുടെ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഈ കച്ച് കശ്മീർ സ്റ്റേറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ പാസ് വേണം. ആ പാസിനകത്ത് സൈൻ ചെയ്തിരിക്കണം. ആരൊക്കെ സൈൻ ചെയ്തിരിക്കണം എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈ ദ കൺസർവേറ്റർ ഓഫ് കശ്മീർ, പിന്നെ സോയിൽ കൺസർവേഷൻ ആൻഡ് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് സർക്കിൾ ഓഫീസർ, അല്ലെങ്കിൽ ദ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, യൂട്ടിലൈസേഷൻ ഡിവിഷൻ ഓഫീസർ ജമ്മു ആൻഡ് കശ്മീർ സ്റ്റേറ്റ്. ഇപ്പോൾ ഇത്രയും പേരുടെ സൈനുള്ള പാസ് വേണം ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കശ്മീർ സ്റ്റേറ്റിൽ നിന്ന് കച്ച്. അടുത്ത ഇനി 3 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഈ സെക്ഷൻ അങ്ങ് തീരുവാണ്. അതായത് ഓക്കെ, ട്രാൻസ്മിഷൻ ബൈ മീൻസ് ഓഫ് ലെറ്റർ ആൻഡ് സാമ്പിൾ പോസ്റ്റ് ഫ്രം എനി പ്ലേസ് ഇൻ ദ പഞ്ചാബ്, അതായത് പഞ്ചാബ്, ഉത്തർപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ആസാം, ഒറീസ, ഹിമാചൽ പ്രദേശ്, ഇത്രയും പ്രദേശങ്ങളിൽ നിന്നും ടു എനി പ്ലേസ് ഇൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മറ്റുള്ള ഏത് സ്റ്റേറ്റിലേക്കും ഉള്ളൊരു പ്രൊഹിബിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ആർട്ടിക്കിൾസ് വിച്ച് ആർ ലൈക്ലി ടു ക്യാരി ദ ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് നോൺ ആസ് ദ സാൻജോസ് എന്നറിയപ്പെടുന്ന ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഇൻസെക്റ്റിനെ ക്യാരി ചെയ്യുന്ന ആർട്ടിക്കിൾസ് ലെറ്റർ പോസ്റ്റ്, സാമ്പിൾ പോസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വേറൊരു സ്ഥലത്തോട്ട് വേറൊരു സ്റ്റേറ്റിലോട്ടും പോവില്ല എന്നാണ് ആ ഒരു പോയിന്റ്. അതൊരു പോയിന്റ്. ട്രാൻസ്മിഷൻ ബൈ മീൻസ് ഓഫ് ലെറ്റർ പോസ്റ്റ് ആൻഡ് സാമ്പിൾ പോസ്റ്റ് ഫ്രം ദീസ് പഞ്ചാബ്, ഉത്തർപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ആസാം, ഒറീസ ആൻഡ് ഹിമാചൽ പ്രദേശ്, ഇത്രയും സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയിൽ വേറൊരു സ്റ്റേറ്റിലോട്ടും വേറെ സ്ഥലത്തോട്ടും ഈ സാൻജോസ് എന്ന് പറയുന്ന ഡിസ്ട്രക്റ്റീവ് ഇൻസെക്റ്റ് ലെറ്റർ പോസ്റ്റായിട്ട് സാമ്പിൾ പോസ്റ്റായിട്ടും ഉള്ള ട്രാൻസ്മിഷൻ നടക്കത്തില്ല, പ്രൊഹിബിറ്റഡ് ആണ്. അടുത്ത പോയിന്റ്, ഈ ലെറ്റർ പോസ്റ്റായിട്ട് സാമ്പിൾ പോസ്റ്റായിട്ട് ഈ തമിഴ്നാട്, കേരള, കർണാടക ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇന്ത്യയിലെ വേറെ ടു എനി പ്ലേസ് ഇൻ എനി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയിലേക്ക് പ്രൊഹിബിറ്റഡ് ആണ്. എന്താണ് പ്രൊഹിബിഷൻ? ദ ആർട്ടിക്കിൾസ് വിച്ച് ആർ ലൈക്ലി ടു ക്യാരി ദ ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് നോൺ ആസ് ഇസരിയ പർച്ചാസി. അപ്പോൾ ഇസരിയ പർച്ചാസി എന്ന് പറയുന്ന ഡിസ്ട്രക്റ്റീവ് ഇൻസെക്റ്റ് ക്യാരി ചെയ്യുന്ന ആർട്ടിക്കിൾസ് തമിഴ്നാട്, കേരള, കർണാടക ടു എനി പ്ലേസ് ഇൻ എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ പ്രൊഹിബിറ്റഡ് ആണ്. അത് ലെറ്റർ പോസ്റ്റായിട്ട് സാമ്പിൾ പോസ്റ്റായിട്ടും. അടുത്തൊരു പോയിന്റ് പറയുന്നത് ട്രാൻസ്മിഷൻ ബൈ മീൻസ് ഓഫ് സെയിം തന്നെ ലെറ്റർ പോസ്റ്റായിട്ടും സാമ്പിൾ പോസ്റ്റായിട്ടും മഹാരാഷ്ട്ര, കേരള, ഒറീസ ടു എനി പ്ലേസ് വേറെ ഏത് പ്ലേസിലോട്ടും ബനാന പ്രൊഹിബിറ്റഡ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ഡേഞ്ചർ ടു ക്യാരി ദ ഡിസ്ട്രക്റ്റീവ് ഡിസീസ് നോൺ ആസ് ബഞ്ചി ടോപ്പ് മൊസൈക്ക് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ഡിസീസ് ക്യാരി ചെയ്യാൻ പറ്റും ബനാനയ്ക്ക്. അതുകൊണ്ട് ഈ മഹാരാഷ്ട്ര, കേരള, ഒറീസ ടു എനി അതർ പ്ലേസ് പ്രൊഹിബിറ്റഡ് ആണ് ലെറ്റർ പോസ്റ്റായിട്ട് സാമ്പിൾ പോസ്റ്റായിട്ടും. അപ്പോൾ ലാസ്റ്റത്തെ 3 പോയിന്റ് അത് നമ്മൾ ഓർത്തിരിക്കേണ്ട സാൻജോസ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ഇൻസെക്റ്റ്. പിന്നെ പറഞ്ഞത് എന്തുവായിരുന്നു? അസറിയ പർച്ചാസി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ഇൻസെക്റ്റ്. പിന്നെ ബഞ്ചി ടോപ്പ് മൊസൈക്ക്, ഇതൊക്കെ പ്ലാന്റ് ടു പ്ലാന്റ് രോഗം പരത്തുന്ന ഇൻസെക്ട്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്ക് ഈ സെക്ഷൻ തീർന്നിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ബിറ്റ്വീൻ 2 പ്ലേസസ് ഇൻ ഇന്ത്യ, അത് ഈ ഒപ്പിയം, മോർഫിയ, പിന്നെ അതുപോലത്തുള്ള സജാതീയ സ്വഭാവമുള്ളത് കൊക്ക ലീവ്സ്, ഇന്ത്യൻ ഹെമ്പ്, അതായത് ചരസ്, ഭാങ്ക്, ഗഞ്ച പോലത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. അതിനകത്ത് എക്സെപ്ഷൻ പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ പോകുമ്പോഴത്തേക്കും എക്സംഷൻ ഉണ്ട്. റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ എക്സംഷൻ ഉണ്ട്. പിന്നെ പറഞ്ഞത് ആ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ പോകുമ്പോഴത്തേക്കും പാലിക്കേണ്ട കണ്ടീഷൻസ്, പാഴ്സൽ പോസ്റ്റായിട്ടായിരിക്കണം. ആ പാഴ്സലിലൂടെ ഒരു ഡിക്ലറേഷൻ അക്കമ്പനി ചെയ്യണം. അതിനകത്ത് നെയിം അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ ഓഫ് ദ കൺസൈനി ആൻഡ് കൺസൈനർ ഉണ്ടായിരിക്കണം. പാഴ്സലിൻ്റെ കണ്ടൻസിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇൻറ്റൻറ്റ് നമ്പർ വേണം. പിന്നെ ആ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് വേണം.
പിന്നെയും വേറൊരു എക്സെപ്ഷൻ പറഞ്ഞത് കെമിസ്റ്റിൻ്റെ കാര്യത്തിൽ ഈ ഒപ്പിയം മോർഫിയ അതുപോലൊക്കെ അതുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ വയ്ക്കാനും വിൽക്കാനും ലൈസൻസ് ഉള്ള കെമിസ്റ്റുകൾക്ക് പറ്റും അയക്കാൻ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പാഴ്സൽ പോസ്റ്റ് ആയിട്ടായിരിക്കണം, പിന്നെ ഇൻഷുർഡും ആയിരിക്കണം. പിന്നെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഡെസ്പാച്ചിങ് പോസ്റ്റ് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്ത് ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ് അംഗീകരിച്ചതായിരിക്കണം. അവർ അതിനകത്ത് പ്രൊഹിബിഷനൊന്നും ഏർപ്പെട്ടതാവരുത്. പിന്നെ അത് ചെന്നെത്തുന്ന ഡെസ്റ്റിനേഷൻ പ്ലേസിലെ അതോറിറ്റീസ് ഒരു പെർമിറ്റ് നൽകിയിരിക്കണം. പിന്നെ പറഞ്ഞത് ഇതിൻ്റെ കൂടെ ഒരു ഡിക്ലറേഷൻ വേണം. ആ ഡിക്ലറേഷനകത്ത് വേണ്ട കാര്യങ്ങളാണ് നെയിംസ് ഓഫ് ദ കൺസൈനി ആൻഡ് കൺസൈനർ, പാഴ്സലിൻ്റെ കണ്ടൻസിൻ്റെ ഡീറ്റെയിൽസ്, പെർമിറ്റ് നമ്പർ, പിന്നെ ട്രാൻസ്മിഷൻ്റെ ഡേറ്റ്, പിന്നെ ലൈസൻസിൻ്റെ നമ്പർ. പിന്നെ പോർട്ട് ബ്ലെയർ ആൻഡ് നൺ ക്രൗറിയാണ്. അത് അറിയാലോ, പറയുമ്പോഴത്തേക്ക് ഫെതേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ബേഡ്സിൻ്റെ. അതായത് ഈ ബേഡ്സിൻ്റെ ഡൊമസ്റ്റിക് ബേഡ്സ് ഒഴികെയുള്ള ഈ ബേഡ്സുകളുടെ തൊലി, അവരുടെ ഫെതേഴ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റഡാണ് അയക്കുന്നതിൽ എക്സെപ്ഷനുണ്ട്. ഈ ഒട്ടകപ്പക്ഷിയുടെ ഓസ്ട്രിച്ചിൻ്റെ ഫെതേഴ്സ് അയക്കാം. പിന്നെ സ്പെസിമെൻസ് രൂപത്തിലുള്ള സ്കിൻസുകൾ ഫെതേഴ്സൊക്കെ അയക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാം. പിന്നെ ആൾ ഡേഞ്ചറസ് ഡ്രഗ്സ് ആൻഡ് നാർക്കോട്ടിക്സ്, അതായത് ഡേഞ്ചറസ് ഡ്രഗ്സ് ആക്ട് 1930 പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗുകൾ, നാർക്കോട്ടിക്സുകൾ. അതോടെ പോർട്ട് ബ്ലെയറിൻ്റെ കാര്യം തീർന്നു. പിന്നെ പഞ്ചാബ് ആൻഡ് ഡൽഹിയാണ് പറഞ്ഞത്. അത് കൊക്ക ലീവ്സ്, ഹെമ്പ്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഹിബിറ്റഡ് ആണ്. വിത്തിൻ പഞ്ചാബും വിത്തിൻ ഡൽഹിയും അവരവരിൽ തന്നെ അങ്ങോട്ട് വിത്തിൻ പ്രൊഹിബിഷൻ ഉണ്ട്. പിന്നെ പഞ്ചാബ്, അത് കച്ച് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് കശ്മീരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു പാസ് വേണം. അത് സൈൻ ചെയ്യേണ്ട ആൾക്കാരുണ്ട്. കൺസർവേറ്റർ ഓഫ് കശ്മീർ, സോയിൽ കൺസർവേഷൻ ആൻഡ് ഫോറസ്റ്റ് ഇൻഡസ്ട്രി സർക്കിൾ ഓഫീസർ, യൂട്ടിലൈസേഷൻ ഡിവിഷൻ ഓഫീസർ, ഇതൊക്കെ സൈൻ ചെയ്ത പാസ് വേണം ഇമ്പോർട്ടേഷന്. പിന്നെ പറഞ്ഞത് 3 പോയിന്റാണ്. അതായത് ലെറ്റർ പോസ്റ്റായിട്ട്, സാമ്പിൾ പോസ്റ്റായിട്ട് ഈ പഞ്ചാബ്, ഉത്തർപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ആസാം, ഒറീസ, ഹിമാചൽ പ്രദേശ്, ഈ പ്രദേശങ്ങളിൽ നിന്നും വേറെ ഒരു പ്രദേശത്തോട്ടും ഈ സാൻജോസ് എന്ന് പറയുന്ന ഡിസ്ട്രക്റ്റീവ് ഇൻസെക്റ്റ് ക്യാരി ചെയ്യുന്ന ആർട്ടിക്കിൾസ് അയക്കത്തില്ല. പിന്നെ എസറിയ പർച്ചാസി എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് തമിഴ്നാട്, കേരള, കർണാടക, ഈ സ്റ്റേറ്റ്സിൽ നിന്ന് വേറെ ഇങ്ങോട്ടും അയക്കത്തില്ല. പിന്നെ പറഞ്ഞ ബനാന, മഹാരാഷ്ട്ര, കേരള, ഒറീസ, ഇത്ര സംസ്ഥാനങ്ങളിൽ നിന്ന് വേറെ ഇങ്ങോട്ടും അയക്കത്തില്ല ബനാന. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് ഈ ബഞ്ചി ടോപ്പ് മെസേക്ക് എന്ന് പറയുന്ന ഡിസ്ട്രക്റ്റീവ് ഡിസീസ് ക്യാരി ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്ക് ലോക്കൽ പ്രൊഹിബിഷൻസ് തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.